ഉണ്ണി അല്ല വിശ്വനാഥൻ വന്നില്ലേ മുത്തശ്ശി? ഇവിടെ എത്തിയില്ലേ? ഇങ്ങോട്ട് പോരുന്നാണല്ലോ പറഞ്ഞത്. വളരെ നേരത്തെ ബാങ്കിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ അല്ലേ ഗുരുക്കളെ? 1 മണിക്കൂറിന് മുമ്പെങ്കിലും എത്തേണ്ടതാ. പിന്നെ നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചേ? അതൊക്കെ താനെന്തിനാ അറിയണേ? ഓ, കാശിയിലേക്കുള്ള ടിക്കറ്റിന്റെ കാര്യം ഏർപ്പാടാക്കാൻ പോയതാ. ഈശ്വരാനുങ്ങൾ കൊണ്ട് എല്ലാം ശരിയായി. ഒന്ന് ഉമ്മറത്തേക്ക് അറിഞ്ഞുണ്ടോ? ഇനി അടുത്ത കുസൃതി ഒപ്പിക്കാനാവും ഭാവം. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. ഇന്നലെ വന്നിരുന്നു. ഇന്ന് നാട്ടിലേക്ക് പോവാന്ന് പറയുന്നത് കേട്ടു. കാശും കൊണ്ട് മുങ്ങി പോലും നാണമില്ലല്ലോ നിനക്കിത് പറയാൻ. ഞാനവനെ കുറ്റം പറയല, അവനെ എടുക്കൻ. സൂക്ഷിക്കേണ്ടത് നീയായിരുന്നു. സർവം തകർന്നു നിൽക്കുകയാണ് അവറാച്ചൻ. ഈ അവസ്ഥയിൽ നിങ്ങളും കൂടെ എന്നെ കൈവിട്ട. അതിനിപ്പോ ഞാൻ എന്നാ വേണമെന്നാ നീ പറയുന്നേ? അവൻ ആ പണവുമായി രക്ഷപ്പെടാൻ പാടില്ല. അതെങ്ങനാ? അവനിപ്പോ വല്ല ഓത്താഴത്തും ചെന്ന് കാണും. ഇല്ല അവറാച്ച, അവൻ ഈ സിറ്റി വിട്ട് പോകാൻ സമയമായിട്ടില്ല. അത് ശരി, ഞാൻ അവനെ പിടിച്ചു തരാം. തന്നാലോ? അവറാച്ചന്റെ പണം മുഴുവൻ ഉടൻ തന്നു തീർക്കാം. അതെന്നാ വർത്തമാനാടാവേ? അതിപ്പോ പിടിച്ചു തന്നില്ലേലും നീ തന്നല്ലേ പറ്റൂ. ഒറ്റ കണ്ടീഷനിൽ ഞാൻ അവനെ തപ്പിത്തരാം. തന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലയോ ആ സ്ഥലം, അതിങ് എഴുതി തരാവോ? അയ്യോ, നല്ല സമ്മതമില്ലെങ്കിൽ വേണ്ടടാവേ. തന്റെ കാശ് അവന് വിധിച്ചിട്ടുള്ളതാണെന്ന് കരുതി അങ്ങ് സമാധാനപ്പെട്ടോ? ഇല്ല, എന്റെ സ്ഥലം അവറാച്ചനെടുത്തോ. എനിക്ക് അവനെ കിട്ടിയാ മതി. എന്നാൽ അങ്ങനെ ചെല്ല് മോൻ, ചെല്ല്. മലിച്ച പറഞ്ഞെല്ലാം കേട്ടല്ലോ. ആളെ കൈ കിട്ടിയ കാശ് മാത്രം ഇവിടെ എത്തിച്ചാ മതി. അവനെ തല്ലിയോ കൊല്ലിയോ എന്നാന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. മനസ്സിലായോ? ചെല്ല്. ഇങ്ങ് വന്നേ. കാശ് കിട്ടിയാൽ ആ വിവരം വിശ്വനാഥൻ അറിയണ്ട. പറഞ്ഞ മനസ്സിലായോ? അതേടാവേ, കാശ് സ്ഥലവും അവറാച്ചന്റെ കയ്യിലിരുന്നാൽ എന്നാ പുളിക്കുവോ? കാശിയിലൊക്കെ നല്ല ചൂടായിരിക്കല്ലേ ഗുരുക്കളെ? ഉണ്ടാവും, നല്ല മഴയല്ലേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഉണ്ണികൃഷ്ണൻ ഓഫീസിൽ വന്നിരുന്നോ? അതെ, അവിടെ കാണാത്തോണ്ട് വക്കീലിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ വിശ്വട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കാൻ അറിഞ്ഞത്. കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കാശ് ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയത്. എവിടേക്ക്? അവറാച്ചന്റെ അടുത്തേക്ക്. അയാൾക്ക് കൊടുക്കാനുള്ള കാശും കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ വിഷയം? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. മര്യാദയ്ക്ക് കാശ് തന്നേടാവേ. ഇല്ല, വിശ്വാസം വന്നോട്ടെ. ഓ, അത് ശരി. അപ്പൊ അവൻ വന്നാലേ നീ തരത്തുള്ളല്ലയോ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. യവനെ ഒന്ന് പലകയാക്കിയാൽ എങ്ങനെ ഉണ്ടാവൂടാവേ? വേണ്ട രാജ, ഞാൻ ഇയാളെ തെറ്റിദ്ധരിച്ചതാ. ഉണ്ണി ഒന്നും ചെയ്യരുത്. അതെന്നാ പണിയാടാവേ? ഇടിക്കണമെന്ന് പറയുമ്പോ ഇടിക്കാനും, ഇടിക്കണ്ടെന്ന് പറയുമ്പോ ഇടിക്കാതിരിക്കാനും ഞാൻ എന്നാ തന്റെ വേലക്കാരനോ മറ്റോ ആണോ? അല്ല രാജ, നിങ്ങൾക്ക് നിങ്ങളുടെ പണമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. കാശ് ആർക്ക് വേണോടാവേ? നീ ആ വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞല്ലോ, അതിന് എഴുതി തന്നേരെ. ജോണിച്ചോ, ആ മുദ്രപത്രം ഇങ്ങെടുത്തോ. വേണ്ട വിശ്വ, ആ പ്രോജക്റ്റ് ആണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ആ സ്ഥലം ഒരിക്കലും വിട്ടുകൊടുക്കരുത്. തരില്ല എന്ന് പറ. ആ സ്ഥലം തരുന്ന പ്രശ്നമില്ല എന്ന് പറയാൻ എങ്ങനെ? ആണുങ്ങളായ വാക്കിന് വില വേണ്ടായോ? തരാതെ പിന്നെ നീ ജീവനോട് എങ്ങനെയാ ഇവിടുന്ന് പോകുന്നേ?
ഇതാ തന്റെ പണം. എന്റെ സ്ഥലത്തിന്റെ ആധാരം ഇതാ. തരാനാ പറഞ്ഞത്. അയ്യോ തരാം. എന്തെത്ര വൈകിയത്? അത് യവനൊരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരുന്നതാ, കിട്ടി. വിശ്വനാഥ. എന്താ മുത്തശ്ശി? തന്നെയല്ല, വിശ്വനാഥൻ അവിടെ നിൽക്കൂ. വിശ്വനാഥൻ ഇനി ചെവി കേസില്ലാന്നും കൂടിയുണ്ടോ? ഗുരുക്കളെ, പോലീസ് എപ്പോ എത്തുന്നാ പറഞ്ഞത്? എന്തിനാ മുത്തശ്ശി പോലീസ്? അറിയില്ലേ, ആൾമാറാട്ടം എന്ന് പറഞ്ഞ കേസ് സിവിലല്ല, ക്രിമിനലാ. വിശ്വം ഒന്നും പറയണ്ട, എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കണു. ഞാനും. മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ. കുഞ്ഞിനി ഒന്നും പറയണ്ട. ഇവനെ കണ്ട അന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാണെന്ന്. ഇന്ദുമോടെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യൻ കുഞ്ഞു തന്നെയാ. ആ തച്ചോളി ഉദയന്റെ കെട്ടും മട്ടും, പിന്നെ തിളച്ചു വെള്ളം ഒഴിക്കാനും കുടമിട്ട് ഉടയ്ക്കാനും പറഞ്ഞത് ഈ അരിങ്ങോടരാണ്. നിർത്തണം. താൻ ആള് കൊള്ളാലോ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റന്നെയാ. ഇവര് രണ്ടുപേരും അല്ല, 4 പേരും കുറ്റക്കാരാ. തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു. അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അതെ കുഞ്ഞുങ്ങളെ, ഞാനും ക്ഷമിച്ചിരിക്കണു. എന്നാ പിന്നെ എന്താ താൻ? ഞാൻ പോവുകയാണ് മുത്തശ്ശി. എങ്ങോട്ട്? അത് തീരുമാനിച്ചിട്ടില്ല. ആഹാ, അങ്ങനെ പോയാലോ? ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ 1/3 സ്ഥിരമായിട്ട് ഉണ്ണിക്ക് വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ ഈ ശമ്പളത്തിന്റെ 1/3? എന്ന് അങ്ങനെയാണെങ്കിലേ വിവാഹത്തിന് മുമ്പ് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യം ഓരോ ഭരണി ഞാൻ ഇവർക്ക് കൊടുക്കാം. ഇനിയുള്ള ജീവിതം അങ്ങോട്ട് ഐശ്വര്യ സമ്പൂർണമായിക്കോട്ടെ.